കുറേ ആയി നമ്മളൊരു സ്ലൈം ലാബ് അൺബോക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ അൺബോക്സ് ചെയ്താലും ഇല്ലെങ്കിൽ എപ്പോൾ സ്ലൈം ഉണ്ടാക്കിയാലും ഫ്ലോപ്പാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ ആക്ടിവേറ്ററൊക്കെ കുറച്ചും കൂട്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ഇതെന്താവും നമുക്ക് നോക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ സ്ലൈം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആവാതെ വന്നിട്ടുണ്ടോ ഉള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് എപ്പോഴും ഫ്ലോപ്പാണ്. അപ്പം ഇപ്രാവശ്യം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ സ്ലൈം അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ് സ്റ്റോൾ പറയാൻ മറന്നു കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് സ്ലൈം കിട്ടിയാൽ കമന്റ് ചെയ്യണേ. കാരണം എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഫ്ലോപ്പ് ആവുന്ന ഒരിക്കലും സമ്മതിക്കില്ല സ്ലൈമിനോട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം നിമിഷം ഫ്ലോപ്പ് ആക്കുന്നത് എങ്ങോട്ട് തിരിച്ചു വെക്കുവണ്ടേ? എനിക്ക് ദേഷ്യം വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്ലൈം ലാബാണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന്റെ ആയിട്ടുണ്ടാവും ഇതാക്കിയതായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു സ്ലൈമാണ്. അപ്പൊ നമുക്ക് ഈ സ്ലൈം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ടൈം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് ആക്ടിവേറ്റർ ഒരുപാട് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. മെല്ലെ കേട്ടോ. അപ്പൊ നമ്മളൊരു അപ്പൊ സ്ലൈം ഉണ്ടാക്കി കറക്റ്റ് ആയിട്ടുള്ളവർ കമന്റ് ചെയ്യുക. നിമിഷാന്റെയും അത്തിയക്കുട്ടിയും എപ്പോൾ ചെയ്യുമ്പോഴും അത് പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഒരു 600-700 ആ ഒരു റേഞ്ച് വരുന്ന കേട്ടോ. റേറ്റ് ഇതിൽ കാണാനില്ല. 600 വരുന്നതാണ്. സോറി ഡാർലിംഗ്. വേണ്ടെന്നല്ല, അതുണ്ടെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റും. ഇല്ല ടിയ, അത് തന്നിരിക്കുന്നത് യൂസ് ചെയ്യാനാണ്. അപ്പൊ അത് യൂസ് ചെയ്യൂ. ഓക്കെ, നിനക്ക് അങ്ങനെ നിവർത്തി വെക്കല്ലേ. കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതെന്തെങ്കിലും ആവശ്യം അത് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞല്ലേ. അതില്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് സ്പൂണാണ്? ബെസ്റ്റ് ബോറാക്സ് സൊല്യൂഷൻ. കുറെ സംഭവങ്ങൾ നമ്മുടെ ഗ്ലൂ പിന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് എങ്ങനെ അല്ല, അപ്പൊ നമ്മ കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണോ? നമുക്ക് പർപ്പിൾ ചെയ്യാട്ടോ. പിങ്ക് വേണ്ട, പർപ്പിൾ എന്റെ ഫേവറേറ്റ്. എപ്പോഴും എന്റെ ഫേവറേറ്റ് അല്ലേ? എന്റെ ഫേവറേറ്റ്. എല്ലാം മാറ്റി വെച്ച് ഇതിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. എന്താ ടിയാ നിന്റെ കൈ കാണിച്ചു വെച്ചിരിക്കുന്നു? ഫുള്ള് പെൻസിലും പെന്നും വെച്ച് കുത്തി, അതാ കണ്ടോ, കുത്തി വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ അല്ലേ? ദിസ് കെമിക്കൽ ഈസ് നോൺ ടോക്സിക്. തിന്തത് എന്റെ കയ്യിൽ മുഴുവനായി. ഓക്കെ, അപ്പൊ ഇത് എന്താ സാധനം? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, 2 ഗ്ലൂ ഇവിടെ വെച്ചോ. 2 ഗ്ലൂ, ഒരു കപ്പ് തന്നിട്ടുണ്ട് അവര്. ഓക്കെ, എത്ര പേർക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ലൈം കിട്ടിയിട്ടുണ്ട്? വേഗം കമന്റ് ചെയ്യൂ അല്ലേ? നമുക്ക് ഇതുവരെ എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ്. പിന്നെ ദേ കുറച്ച് സ്പൂൺസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. പിന്നെ ദാ ഇതും. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞുതരൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കപ്പ് 50 ml വാം വാട്ടർ വേണം. വാം വാട്ടർ വേണം. 50 ml. Activated borax 2 grams. 2 ഗരം മസാല അല്ല, ഗ്രാം. 1 spatula. സ്കൂപ്പ്. Borax heat untouched for 30 minutes. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ടിവേറ്റർ നമ്മളിപ്പം ഇതിലിപ്പം 100 ml ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇളം ചൂടുവെള്ളം. ഇവിടെയാണ് നിമിഷാനിക്ക് എപ്പോഴും തെറ്റത്. ഇടണ താഴെ പോയാലും കുഴപ്പമില്ല. ഇവിടെ കേട്ടോ. കുറച്ച് ഇതിൽ ഒരു സ്പാച്ചുല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റ്. എല്ലാവർക്കും അറിയില്ല കേട്ടോ. എനിക്ക് ഇവിടെയാണ് തെറ്റ് പറ്റുക. അപ്പം ഞാൻ എടുത്തതിൽ കൂടിയതാണോ എന്താണ് നമുക്ക് നോക്കാം. മതി. ഇത് 2 grams ആയോ? കയ്യിൽ തൊടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്യ, കുറച്ചുകൂടെ ഇടട്ടെ. ഇവിടെയാണ് പ്രശ്നം വരിക. ഒന്നില്ലെങ്കിൽ ഞാൻ ഇത്തിരി കൂടുതലായിരിക്കും, കുറവായിരിക്കും. എന്താന്നറിയില്ല. ഇട്ട് കഴിഞ്ഞും ഉടനെ ഇളക്കണം കേട്ടോ. for 3 minutes. ഓക്കെ, ഇട്ടോ. നന്നായി ഇളക്കണം. ഫാസ്റ്റിൽ ഇളക്കണം for 3 minutes. എന്നിട്ട് ഇത്
കീപ്പ് അൺടച്ച്ഡ് ഫോർ 30 minutes 30 മിനിറ്റ്, അരമണിക്കൂർ. ഒരുപാട് ഇളക്കി താഴെ വെള്ളം കളയരുത്. ഇതിപ്പോൾ ഒന്നും ആവണില്ലേ ബൊറാക്സ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ടിയ. എടാ നോ ചേഞ്ച്. വീണ്ടും പണി വാളിയോ? ആ ഒരു കട്ട മാത്രം നിൽക്കുന്നുണ്ട്. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്പാച്ചുല, അതായത് ഒരു സ്കൂപ്പ് എടുക്കാനാണ് പറഞ്ഞത്. അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു. വെരി ഫാസ്റ്റിൽ നമ്മൾ പുറത്ത് പോകരുത് കേട്ടോ, ഫാസ്റ്റിൽ ചെയ്തു. ഇനി നമുക്ക് ഗ്ലൂ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഗ്ലൂ 10 ml വേണം, വെള്ളം 20 ml വേണം. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് എടുത്ത് നോക്കണം. നമ്മൾ നോക്കണേ. ഞാൻ നോക്കാം 10 ml കേട്ടോ. ആവട്ടെ മതി. ഓക്കെ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഗ്ലൂ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമ്മൾ ഗ്ലൂ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇനി 20 ml ഓഫ് വെള്ളം അല്ലേ, വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വേഗം ചെയ്യണം, വേഗം മിക്സ് ചെയ്യണം, ഫാസ്റ്റിൽ മിക്സ് ചെയ്യണം. അതൊരു 3 minutes ഫാസ്റ്റിൽ മിക്സ് ചെയ്തിട്ട് അതും ഒരു 30 minutes വെക്കണം. മൊത്തം അരമണിക്കൂർ രണ്ടും കൂടെ സെറ്റ് ചെയ്യണം. എങ്ങനെ ആവുന്ന ഒരു ഐഡിയ ഇല്ല. പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു പരുവമാകുമോ? സ്ലൈമിൽ കളിക്കാൻ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുക. എന്ത് ചോദ്യമാണല്ലോ നിമിഷാൻറ്റി, ഇങ്ങനെ ഒരു പൊട്ട ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ 30 minutes ആയിട്ടുണ്ട്. 30 minutes ഓക്കെ, അപ്പൊ നമ്മുടെ ഗിൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരു മിനിറ്റ്, ആദ്യം പർപ്പിൾ കളർ എടുക്കല്ലേ, ആദ്യം ഗിൽറ്റ് ആഡ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ പർപ്പിൾ ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഗ്ലൂ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൊട്ടിത്തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഈ സംഭവം കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ, കുറച്ചിട്ടിട്ട് കുഞ്ഞി വേഗം ഇളക്കണം കേട്ടോ. റെഡി അല്ലേ? ഇളക്കിക്കോ. നന്നായി ഇളക്കണേ. സോ നന്നായി ഇളക്കി. നല്ല ഭംഗിയുണ്ടല്ലേ? ഒരുപാട് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട. നന്നായി ഇളക്കണം, ഇല്ലെങ്കിൽ ഒരു ഇത് വരും. ഇനി നമ്മൾ അതിന്ന് ആ ഗിൽറ്റിൽ നിന്ന് തന്നെ അത് എടുത്തു. ഓക്കെ, അതെടുത്തു. തീയ എവിടെ? ഒരു മിനിറ്റ്, ഇവിടെ വെക്കും. മതി. അതെടുത്ത് താഴെ വെച്ചേടാ. അതെടുത്ത് അവിടെ വെച്ചു. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഒരു 3 minutes ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താവെന്നറിയില്ല. നമ്മൾ പർപ്പിൾ ഷെയ്ഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം നമ്മുടെ ഗ്ലൂ ഗിൽറ്റർ സൊല്യൂഷൻ റെഡി എന്നാണ് ഇവർ പറഞ്ഞത്. ഇനി സ്റ്റെപ്പ് 4. ഓക്കെ, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബൊറാക്സ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബൊറാക്സ് സൊല്യൂഷൻ നമ്മളൊരു 8 ml പിപ്പറ്റിൽ എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 8 ml എന്ന് പറയുമ്പോൾ 3 ml അല്ലേ ഉള്ളത്? ഫുള്ള് 3 ml എടുത്തേ, ആവുന്നത് വരട്ടെ. ഇല്ലെങ്കിൽ മൊത്തം 3 ml ആയിട്ടില്ല. ഒന്ന നന്നായി പ്രസ്, അങ്ങനെ അല്ലടാ. 3 ml എടുത്തോളൂ. 3 ml അല്ല, 8 ml. വേഗം ചെയ്യണം. ഫുള്ളാക്കൂ. ഇനി അയ്യോ, എനിക്ക് ഒരു കൈ വീഡിയോ, ഒരു കൈ ഇതിൽ ഇളക്കാൻ കിട്ടില്ല ടിയാ. മേലേക്ക് എടുത്തോ, കുഴപ്പമില്ല. 3 6 ആയി. മതി. ഓക്കെ, മതി. ഇളക്കി. അല്ല 2 8 ആണ്. മതി 8 ആണ്. നന്നായിട്ട് ഇളക്കിയോ. അങ്ങനെ പറയരുത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുക ചെയ്യാ. എന്തിനാ ഫ്ലോപ്പായി എന്ന് പറയുന്നത്? അങ്ങനെയൊന്നും ഫ്ലോപ്പ് ആവില്ല. ഇപ്രാവശ്യം ഇതിലെന്താ ഡിഫക്റ്റ് ദൈവമേ? എനിക്കറിയില്ല മുത്തേ. ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ഇനി ഇതിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കോ, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം കേട്ടോ. കയ്യിലെടുക്കാൻ എന്താകുമെന്ന് എനിക്കേ അറിയില്ല കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിത് കയ്യിലെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴച്ച് ഉരുട്ടി പരത്തടാ. ഇപ്രാവശ്യം ശരിയായോ? അല്ലല്ല, അത് നന്നായിട്ട് മസാജ് ചെയ്ത് അതിനിട്ടിട്ട് ഇങ്ങനെ ആക്കൂ. നല്ല സ്ലൈം ആവുക. കുഴക്കി കറക്റ്റ് ആക്കിയില്ലേ? ഇപ്രാവശ്യമാണ് കറക്റ്റായി. എനിക്ക് തോന്നുന്നു ആക്ടിവേറ്ററും എല്ലാം ശരിയായിട്ടുണ്ടാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത്. നീ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്തിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാട്ടിയാ.
കൈ ഒട്ടിട്ടുണ്ട് നോക്കി, കൈ നോക്കി. കുറച്ച് ഗിൽറ്റർ ആവണം. ഗിൽറ്റ് ഒരു പൊട്ട സംഭവം. ഡാഡി കണ്ട ചീത്ത പറയും ചിലപ്പോ കേട്ടോ, ഗിൽറ്റ് വെച്ചത് കൊണ്ട്. കാരണം അത് അത്ര അല്ല, നല്ല സ്ലൈം. നോക്കട്ടെ, അത് ഇങ്ങനെ നോക്കണം, ഇങ്ങനെ പോ. അങ്ങനെയൊക്കെ വരണം. അത് അത്ര ആയിട്ടില്ല, അങ്ങനെ ആയില്ല. എന്ത് സ്ലൈം ആയാലും ഒന്നുകൂടെ ചെയ്തേ. ഇത് നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ സംഗതി കറക്റ്റായി. സാധാരണ നമുക്ക് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കലൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇത് മുറിഞ്ഞു പോകണം. ഇങ്ങനെ ആവുമ്പോ നമ്മളൊരു ഭംഗിയിൽ വരുന്നല്ലേ. ടീക്കുട്ടി എപ്പോഴും ചെയ്യുന്നതല്ല സ്ലൈം, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ വരുന്നില്ല അല്ലെ ടീയ? സ്പ്രെഡ് ആക്കാൻ പറ്റുന്നുണ്ടോ? അതാണ്. പക്ഷെ ഒരു റബ്ബർ പോലെ ആയിരിക്കാം, കാണാൻ രസമുണ്ട്. പക്ഷെ ഒരു റബ്ബർ പോലെ ആക്കിയിട്ട് ഇത് നമുക്ക് തൊടുമ്പോ ഒന്ന് പിടിച്ചിടാം. ഒരു പറ്റുണ്ടോ? ഇതിങ്ങനെ ഇങ്ങനെ ആയിട്ട് കണ്ടോ, ഇതുപോലെ വരണം, ഇങ്ങനെ വരണം. പക്ഷെ അത് വരുന്നില്ല കണ്ടോ. അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ കിട്ടണം. അത് വന്നില്ല. ഫ്ലോപ്പ് എന്ന് പറയാം. വരണം, ഇങ്ങനെ വരണം. പക്ഷെ അത് വരുന്നില്ല കണ്ടോ. അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ കിട്ടണം. അത് വന്നില്ല. ഫ്ലോപ്പ് എന്ന് പറയാം. ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും പക്ഷെ നോട്ട് സാറ്റിസ്ഫൈഡ്. ഒരു 10-20 മാർക്സ് ഒക്കെ കൊടുക്കാല്ലേ, ഒരു 50-ല് അത്രയുള്ളൂ. പക്ഷെ ഇതൊന്നും പോരടാ, അതും പോയി. അതെ അതെ, സ്ലൈം ഉണ്ടാക്കി. അത് വളരെ വലിയൊരു കാര്യമാണ്. കുറേ ട്രൈ ചെയ്ത് നോക്കി, നമ്മൾക്ക് ആ ഒരു ഫ്ലോ വരുന്നില്ല അല്ലേ ടിയ? പകുതി മുറിഞ്ഞു പോകും. ഒന്നും കൂടി ചെയ്ത് നോക്കിയിടന്നെ. ചുരുട്ടി. അതാണ് സ്ലൈമിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുമ്പോൾ. അതിങ്ങനെ ഗിൽറ്റ് ഒന്നും വരുന്നില്ല. ലാസ്റ്റ് ടൈം ഒക്കെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ഫുൾ ഗിൽറ്റ് കയ്യിലൊട്ടി മുടിയിലൊക്കെ ഒട്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതൊക്കെ മാറി അത്യാവശ്യം വൃത്തിയിൽ വന്നു. പക്ഷെ ഇങ്ങനെ പൊടിഞ്ഞു പോവാ. പേർന്ന് വരാം. ഒന്ന് നോക്കിയ മറ്റേ ഇത് നമ്മളിത് അറിയാൻ ഞാൻ പൊട്ടിച്ചു സ്ലൈമിന്റെ. നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ വെച്ചു നോക്കിയ ഗൈസ്. അത് അങ്ങനെ ജോയിൻ ആവുന്നില്ല നേരെ അങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. അത്ര ഒരു ഇത് വരുന്നില്ല അല്ലോ. വേണ്ടായിരുന്നു. ഇങ്ങനെയൊന്നാക്കി മെല്ലെ സ്ലോലി ആക്കടാ. ഒരു മിനിറ്റ്, സ്ലോലി ആക്കി. ഇത് ശരിക്കും നല്ല രീതിയിൽ വന്നായിരുന്നു. പക്ഷെ ഇപ്പം ഇത് ദേ പൊട്ടി കേക്ക് കഷ്ണങ്ങൾ പോലെ ആണ് ഇപ്പോഴത്തെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ സ്ലൈം ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല, നമ്മൾ സ്ലൈം ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ബൈ.